കർക്കിടകം എന്ന് പറയുന്നത് മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കഫ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെയധികം കൂടുന്ന ഒരു സമയമാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായിട്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും അതിലേറെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും കൂടുന്ന ഒരു ടൈമാണ്. മാറിയ ജീവിത സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് നേരിടുന്ന പ്രശ്നമാണ് സ്ട്രെസ്. ഈ സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി ഒക്കെ ഇതെല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞ് പലരും ഇതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് തന്നെയാണ് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് ഏറിയ പങ്ക് ആൾക്കാരെയും പല അസുഖങ്ങളിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. പ്രധാനമായിട്ടും ജോയിന്റ് പെയിൻസ്, ആർത്രൈറ്റിസ്, ഗട്ട് ഹെൽത്തിന്റെ ഇംബാലൻസ് തുടങ്ങിയ അസുഖങ്ങളിലേക്ക് പോകും. സോ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വർഷത്തെ നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒന്ന് റെജുവിനേറ്റ് ചെയ്യുക. അതിനുവേണ്ടി തന്നെയാണ് കർക്കിടക ചികിത്സ ചെയ്യുന്നത്. ഇത് പല രീതിയിലും നമുക്ക് ചെയ്യാം. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടും നമുക്ക് ചെയ്യാം. അത് മാത്രമല്ല, ആയുർവേദ ഹോസ്പിറ്റലുകളിൽ പോയിട്ടും നിങ്ങൾക്ക് കർക്കിടക ചികിത്സ അല്ലെങ്കിൽ പഞ്ചകർമ്മ തെറാപ്പി, ഡീടോക്സിഫിക്കേഷൻ എടുക്കാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് റെജുവിനേഷൻ തെറാപ്പി. നമ്മൾ ഡീടോക്സിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തുള്ള ദുഷിച്ച സാധനങ്ങളെയെല്ലാം നമ്മൾ പുറന്തള്ളി നമ്മുടെ ശരീരത്തിനെ റെജുവിനേറ്റ് ചെയ്യും. ഈ റെജുവിനേറ്റ് ചെയ്യാൻ തന്നെ ചികിത്സകളും ഉണ്ട്, ഒപ്പം അകത്തേക്ക് സേവിക്കാവുന്ന മെഡിസിൻസും ഉണ്ട്. സോ ഒരു അടുത്ത വർഷത്തേക്ക് നമ്മളുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യാൻ കർക്കിടക ചികിത്സ കൊണ്ട് ആവുന്നതാണ്.